മദർഹുഡ് അഥവാ മാതൃത്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെല്ലാവരും നമ്മൾ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും എൻജോയ് ചെയ്യുന്ന സന്തോഷം തരുന്ന പ്രതീക്ഷയുടെയൊക്കെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ ആയിട്ട് കാണുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. നമുക്ക് പലപ്പോഴും അമ്മയാകാൻ പോകുന്നു എന്നറിയുന്ന നിമിഷം അത് അമ്മയ്ക്ക് മാത്രമല്ല, അമ്മയോടൊപ്പം നിൽക്കുന്ന ഹസ്ബൻഡും അതുപോലെ തന്നെ മറ്റ് വീട്ടുകാരും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ അന്നു മുതൽ അറിയുന്ന ആ നിമിഷം മുതൽ പ്രതീക്ഷയുടെയും ആഹ്ലാദത്തിൻ്റെയും പിന്നെ ഒരു സിനിമാറ്റിക് മൂഡിലായിരിക്കും മിക്കവാറും എല്ലാവരും. പക്ഷേ ഈ ഒരു സിനിമാറ്റിക് ആംബിയൻസിനെ, ഈ പറയുന്ന സന്തോഷത്തെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് അറിയപ്പെടുന്ന, നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ വളരെ കോമണായി കണ്ടുവരുന്ന, അമ്മമാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു വിഷാദ രോഗം. പ്രസവശേഷം, അതായത് ഡെലിവറിക്ക് ശേഷം അമ്മയിലുണ്ടാകുന്ന വിഷാദ രോഗത്തെയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനോട് യാതൊരുവിധ വൈകാരികമായ അറ്റാച്ച്മെൻറ്റും തോന്നാതിരിക്കുക, അതുപോലെ തന്നെ കുഞ്ഞിനെ വേണ്ട രീതിയിൽ പരിപാലിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുക, അതിനുള്ള സ്കില്ലും അതിനുള്ള കഴിവും ഒക്കെ എനിക്കുണ്ടോ എന്ന് ആലോചിച്ച് ആശങ്കപ്പെടുക, ഒരു പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ ഉപദ്രവിക്കുക, കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ അമ്മ സ്വയം സെൽഫ് ഹാമിങ് ബിഹേവിയറുകൾ കാണിക്കുക, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുണ്ടാകുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷാദ രോഗം അമ്മയിലുണ്ടാകുന്ന, കുഞ്ഞ് ജനിച്ചതിന് ശേഷം അമ്മയിലുണ്ടാകുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷാദ രോഗത്തെയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്നാണ് അറിയപ്പെടുന്നത്. പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയത്ത് ചെറിയ ഡ്യൂറേഷനിൽ നിൽക്കുന്ന മൂഡ് സ്വിങ്സിനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 80 മുതൽ 85% വരെ അമ്മമാരിൽ പോസ്റ്റ് പാർട്ടം ബ്ലൂസിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട് എന്നാണ് പല ഗവേഷണങ്ങളും നമുക്ക് തരുന്ന സൂചനകൾ. ഇതിൻ്റെ തൊട്ടടുത്ത ഇൻറ്റൻസിറ്റിയിൽ വരുന്ന ഒരു വിഷാദ രോഗാവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. പോസ്റ്റ് പാർട്ടം ബ്ലൂസിൽ നിന്നും പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലേക്ക് ഈ രോഗാവസ്ഥ മൂർച്ഛിക്കുമ്പോൾ സംഭവിക്കുന്നത്, ആ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് താൽക്കാലികമാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഡ്യൂറേഷൻ ഒരല്പം കൂടുന്നു. അത് കൂടുതൽ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന വിഷാദ രോഗാവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരുന്ന സമയത്തേക്ക് അമ്മമാർ അനുഭവിക്കുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് അമ്മമാർക്ക് കുട്ടികളെ നോക്കാൻ കഴിവുണ്ടോ, എന്നെക്കൊണ്ട് ഇതെല്ലാം സാധിക്കുമോ, എനിക്ക് അതിനുള്ള സ്കില്ലും പരിചയവും അനുഭവവും ഒന്നുമില്ല, എനിക്കിതൊന്നും കഴിയില്ല എന്ന തരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടാകുന്ന സ്റ്റേജ്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് 10 മുതൽ 15% വരെ അമ്മമാരിൽ കാണപ്പെടുന്നു എന്നാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ ഏറ്റവും മൂർധന്യമായ ഒരു അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ്. ഈ മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ഇതിൻ്റെ ഡിപ്രഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്ന അവസ്ഥ, അതിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ ഭീകരമായ രീതിയിൽ അതിന് മാറ്റം വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിക്കാറുണ്ട്, അമ്മമാർ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, ക്രൂരമായി ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊല്ലാനായി ശ്രമിക്കുന്നു, അമ്മമാർ തന്നെ സ്വയം സെൽഫ് ഹാമിങ് ബിഹേവിയർ കാണിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുടെ ഉദാഹരണങ്ങളാണ്. സാധാരണഗതിയിൽ 1000 അമ്മമാരിൽ 1-2 പേർക്കാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് സംഭവിക്കാറുള്ളത് എന്നാണ് ഇതുവരെയുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നതും കാണാൻ സാധ്യതയുള്ളതുമായ 2 കാറ്റഗറിയാണ്. ഒന്ന് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന കാറ്റഗറിയും രണ്ടാമത്തേത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന കാറ്റഗറിയും.
പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ഗവേഷണത്തിൻ്റെ തുടക്കകാലത്തിൽ അത് ഒരു ഹോർമോണൽ വ്യതിയാനം കൊണ്ടാണ്, അല്ലെങ്കിൽ ശാരീരികമായി ഡെലിവറിക്ക് ശേഷം അമ്മമാരുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഹോർമോണലും അതുപോലെ തന്നെ മറ്റ് ഫിസിയോളജിക്കൽ ചേഞ്ചസുമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കോർ റീസൺ എന്നാണ് ഇതിൻ്റെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളുടെ തുടക്ക കാലഘട്ടത്തിൽ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ വളരെ റീസെൻ്റായി വന്ന പല ഗവേഷണങ്ങളും സൂചിപ്പിക്കുന്നത് ശാരീരികമായ കാരണങ്ങളോടൊപ്പം തന്നെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സിന് ഈ പറയുന്ന പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂട്ടുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും വരുന്ന കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, അമ്മയ്ക്ക് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, അതായത് മെൻ്റൽ ഹെൽത്ത് ഹിസ്റ്ററി. ഉദാഹരണത്തിന് അമ്മയ്ക്ക് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലോ വിവാഹത്തിന് മുമ്പോ ഒക്കെ ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ മാനസിക അസ്വസ്ഥതകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത അത് ഇല്ലാതിരുന്ന അമ്മമാരെക്കാൾ കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത, അതിൻ്റെ കോറിലേഷൻ പോസിറ്റീവാണ് എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത അത് അനുഭവിക്കാത്തവരെ അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ വളരെ നമ്മൾ കോമൺ ആയി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന, ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കും തോന്നും ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും കൂടുതലായിരിക്കാമല്ലോ. ഇതല്ലാതെ വളരെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ, നമ്മൾ ഒരുപക്ഷെ നിസാരവൽക്കരിച്ച് കളഞ്ഞിരുന്ന പല കാര്യങ്ങളും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളെ വളരെ ശക്തമായ രീതിയിൽ സഹായിക്കും എന്ന ചില ഗവേഷണങ്ങൾ വളരെ റീസെൻ്റായി പബ്ലിഷ് ചെയ്യപ്പെട്ടു. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രഗ്നൻസി പീരീഡിൽ, അതായത് പ്രഗ്നൻ്റ് ആകുന്ന ആ സമയത്ത് ഡെലിവറി വരെ ഉള്ള കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും പ്രഗ്നൻ്റ് വുമൺ ഒരു ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഹിസ്റ്ററി അല്ല, അതായത് ഇതിനു മുമ്പ് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് കുട്ടിക്കാലത്തോ കൗമാരപ്രായത്തിലോ കല്യാണത്തിന് മുമ്പോ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ഞാൻ പറയുന്നത്, മറിച്ച് പ്രഗ്നൻസി പീരീഡിൽ ആങ്സൈറ്റി അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി ആണ് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമതായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ലീഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ആണ്. അതായത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് അമിതവണ്ണം ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ പേഴ്സണാലിറ്റി പാറ്റേൺ ആണ്. ഈ പേഴ്സണാലിറ്റി പാറ്റേൺ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആലോചിക്കുന്നത് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, അതുപോലെ വളരെ ഓപ്പണായി സംസാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ട്രഡീഷണലായി തിങ്ക് ചെയ്യുന്ന ആൾക്കാർ, ഈ രീതിയിലാണ് പൊതുവെ നമ്മൾ പേഴ്സണാലിറ്റിയെ വളരെ നോർമലായ രീതിയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലൂടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി സ്റ്റൈൽ എന്ന് പറയുന്നതിന് വൾണറബിൾ പേഴ്സണാലിറ്റി സ്റ്റൈൽ എന്നാണ് പറയുന്നത്. വൾണറബിൾ പേഴ്സണാലിറ്റി സ്റ്റൈൽ എന്ന് പറയുന്നത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല പോകുന്നതെങ്കിൽ അതുമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ, കാര്യങ്ങൾ മൊത്തത്തിൽ അലങ്കോലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും ജീവിതം പ്രഗ്നൻ്റ് ആയതിനു ശേഷം കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നതാണ്, പക്ഷേ അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നില്ല. അങ്ങനെ സ്മൂത്തായിട്ട് പോകാതിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അതുമായി നല്ല രീതിയിൽ പൊരുത്തപ്പെടാൻ പറ്റുമോ?
അതോ നമ്മൾ ആ സമയത്ത് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആകുമോ? ഇത് വൾണറബിൾ പേഴ്സണാലിറ്റിയുടെ ഒരു ഘടകമാണ്. വൾണറബിൾ പേഴ്സണാലിറ്റിക്ക് അകത്ത് വരുന്ന മറ്റൊരു എലിമെൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഇമോഷണലി റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ആളാണോ, അതോ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ആളാണോ? നിങ്ങൾ ഇമോഷണലി എന്തിനും ഏതിനും പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരാളാണ് എങ്കിൽ അതിനെ വൾണറബിൾ പേഴ്സണാലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിത്വം എന്തിനേയും എപ്പോഴും വിഷമിച്ച് ഇരിക്കുന്ന, അല്ലെങ്കിൽ എന്തിൻ്റെയും ഒരു നെഗറ്റീവ് വശത്തെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണാലിറ്റി പ്രേരിപ്പിക്കുന്നത്. അതിനെ വറി പ്രോൺ പേഴ്സണാലിറ്റി ഫാക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വൾണറബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒറ്റ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇതൊക്കെ ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഇത് മുഴുവൻ ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നത് എന്നാണ് തുടക്ക കാലഘട്ടങ്ങളിലെ ഗവേഷണങ്ങളും ഗവേഷകരും ഒക്കെ ലീഡ് ചെയ്തിരുന്ന ഒരു പാത്ത് എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്താണ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതും, ഈവൻ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കരമായ രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്ന് കണ്ടുപിടിച്ചതും, അതിനേക്കാൾ ഉപരി പ്രഗ്നൻസി പീരീഡിൽ ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു എന്ന് കണ്ടുപിടിച്ചതുമൊക്കെ ഈ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഈ 3 കാര്യങ്ങളും കൂടുതൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് നിന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറേയധികം ലേണിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിസിയോളജിക്കൽ ചെക്കപ്പ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പ്രഗ്നൻ്റായി വരുന്ന ആദ്യത്തെ കൺസൾട്ടേഷൻ മുതൽ തന്നെ അവരുടെ മെൻ്റൽ വെൽബീയിങ്ങും അവരുടെ സൈക്കോളജിക്കൽ സേഫ്റ്റിയും അവരുടെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സിനും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മെൻ്റൽ ഹെൽത്ത് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. എപ്പോഴെങ്കിലും ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ചൈൽഡ്ഹുഡ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ കറൻ്റ്ലി പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? അവർ ജീവിക്കുന്ന സാഹചര്യം ഫിസിക്കലിയും അതുപോലെ തന്നെ സൈക്കോളജിക്കലിയും സേഫായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണോ പ്രഗ്നൻ്റായ സ്ത്രീ താമസിക്കുന്നത്, അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്? ഇത്തരം കാര്യങ്ങൾ കൂടി ഒരു ഗൈനക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ്റെ തുടക്കകാലം മുതൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ നമുക്ക് വളരെ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പ്രഗ്നൻസി ടൈമിൽ ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു എലിമെൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷനിൽ ഒരുപക്ഷെ 17ാമത്തെ ആഴ്ചയിലും 32nd വീക്കിലോ അല്ലെങ്കിൽ 38th വീക്കിലോ ഒക്കെ ആങ്സൈറ്റി മനസ്സിലാക്കുന്നതിനുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കുക, ഡിപ്രഷൻ ഉണ്ടോ എന്നുള്ളത് അറിയുന്നതിനുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഡെലിവറിക്ക് ശേഷം വരാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന ശാസ്ത്രീയമായ മാർഗങ്ങളിൽ ഒന്നായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പരിശോധിക്കുന്നത് പോലെ തന്നെ സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സും ആങ്സൈറ്റി, പ്രത്യേകിച്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന എലിമെൻറ്റ് പരിശോധിക്കുക. അവരുടെ ജീവിത സാഹചര്യങ്ങളെ കൂടി കണക്കിലെടുക്കുക. ഇത് തീർച്ചയായിട്ടും അവരുടെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഗൈനക്കോളജിസ്റ്റുകൾ ഇത് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന് ഈ റിസർച്ച് സ്റ്റഡീസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനും സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്. അതിനെ നമുക്ക് ഇഫക്റ്റീവായി പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾ കറക്റ്റായിട്ടുള്ള സമയത്തുള്ള ഇൻ്റർവെൻഷനിലൂടെ അവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായി അമ്മമാർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്.
ഈ അൺകണ്ടീഷണൽ സപ്പോർട്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. സാധാരണഗതിയിൽ പ്രസവശേഷം മിക്കവാറും 90% അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നൊരു മെജോറിറ്റിയും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മേജർ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും. ചിലർക്ക് അത് വളരെ ഈസി ആയിട്ട് സാധിക്കാറുണ്ട്, പക്ഷേ ചിലർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. പ്രത്യേകിച്ച് ആദ്യമായിട്ട് അമ്മയാകുന്ന സ്ത്രീകളാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാകാനാണ് കൂടുതൽ സാധ്യത. ഈ സമയത്ത് ഒരുപക്ഷെ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ വീട്ടുകാർ തന്നെ കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ പരിഹാസവുമൊക്കെ ആയിട്ടായിരിക്കും ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെ നേരിടുന്നത്. ഇത് മാനസികമായി അമ്മയെ ഒരുപാട് തളർത്തുന്ന അല്ലെങ്കിൽ മാനസികമായി അവർക്കൊരു സങ്കോചം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇതിന് പകരം അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഇതിന് പകരം എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, എന്താണോ നമുക്ക് അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ സാധിക്കുന്നത്, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഫാമിലി മെമ്പേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ പരിഹാസങ്ങളുമൊക്കെ അവരെ കൂടുതൽ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് തള്ളിവിടാൻ സഹായിക്കും എന്ന് മാത്രമല്ല, അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യൂ എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കുക. ഇനി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് സമൂഹത്തിൽ ഇന്നും ആങ്സൈറ്റിയെ പറ്റിയും ഡിപ്രഷനെ പറ്റിയൊക്കെ ഒരുപാട് അവബോധം ഉണ്ടായി വരുന്നുവെങ്കിലും ഇന്നും നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത് ഒരു സോഷ്യൽ സ്റ്റിഗ്മയുടെ പുറത്ത് തന്നെയാണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് മറ്റുള്ളവർ ഇതിനെപ്പറ്റി അറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാലോചിച്ചാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുക. ഈ സമയത്ത് ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സൈക്കോമെട്രിക് ടൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ സ്വമേധയാ നിങ്ങൾ താല്പര്യം അറിയിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റും നിങ്ങളുമായിട്ടുള്ളൊരു കൺസൾട്ടേഷനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം കോൺവെർസേഷനുകൾ നിങ്ങളെ സഹായിക്കും. അഥവാ ഒരുപക്ഷെ നേരത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആങ്സൈറ്റി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ ആങ്സൈറ്റിയെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷണൽ മെത്തേഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതൊക്കെ ഇത്തരം സൈക്കോ എഡ്യൂക്കേഷനുകൾ നമുക്ക് നേടണമെങ്കിൽ, നമുക്ക് ഇതിന് തയ്യാറെടുക്കണമെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം അസസ്മെൻറ്റുകൾ നടത്തുകയും അതിനെ നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് സോഷ്യൽ സ്റ്റിഗ്മയുടെ പുറത്ത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം നിങ്ങൾ ഡോക്ടറിനോട് അങ്ങോട്ട് ആവശ്യപ്പെടുക. ഞങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഇത്ര ആഴ്ച കഴിയുമ്പോൾ സ്കാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ആ സ്കാനിങ്ങിൻ്റെ ഭാഗമായി നിങ്ങളൊരു ആങ്സൈറ്റി ടെസ്റ്റ് കൂടി നിങ്ങൾ നടത്തുന്നു. വളരെ നോർമലായിട്ട് BP ചെക്ക് ചെയ്യുന്നത് പോലെ ആങ്സൈറ്റി ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള ഒരു ക്വസ്റ്റനെയർ ഫില്ല് ചെയ്യുന്നു. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി വറി പ്രോൺ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി വൾണറബിൾ പേഴ്സണാലിറ്റി സ്റ്റൈൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു അസസ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നു. ഇതിനെ നിങ്ങളുടെ ശാരീരികമായ പരിശോധനകൾ ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ മാനസികമായിട്ടുള്ള പരിശോധനകൾക്കും സ്വമേധയാ നിങ്ങൾ തയ്യാറെടുക്കുക. ആ വില്ലിങ്നെസ് നിങ്ങളുടെ ഡോക്ടറിനെ അറിയിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നത് വളരെ നേരത്തെ തന്നെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അമ്മയ്ക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാനും അത് ഒരുപക്ഷെ പരിശീലിക്കാനുമുള്ള അവസരവും കൂടി നിങ്ങൾക്ക് കിട്ടും. സാധാരണഗതിയിൽ എല്ലാ വീഡിയോസും ചെയ്യുമ്പോൾ എല്ലാവരും ആ വീഡിയോ കാണണം, മുഴുവനും കാണണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അത് മാക്സിമം ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം എങ്ങനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരുമോ ഇല്ലയോ എന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, എന്തൊക്കെ ചെയ്താൽ ഇത് വരുമോ ഇല്ലയോ എന്ന് നേരത്തെ തിരിച്ചറിയാം എന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം അതുതന്നെയായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവട്ടെ.
ഇതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അമ്മയാകാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വിവരം നിങ്ങളിലൂടെ അറിയാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.